ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ബയോളജി. ഞങ്ങൾക്ക് അത് അത്യാവശ്യം നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ അപ്പൊ നമ്മൾ വിചാരിക്കും തെറ്റിപ്പോവാൻ ചാൻസ് കൂടുതലാണ്. അതാണ് പെട്ടെന്ന് തന്നെ മാർക്ക് കിട്ടുകയും ചെയ്യും, അതേപോലെ തന്നെ തെറ്റാനും. ഡയഗ്രാംസ് ആക്ടിവിറ്റീസ് ചോദിക്കുന്നത് മുന്നേ ചോദിച്ചിട്ടില്ല എന്നല്ല, ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഡയഗ്രത്തിന്റെ കേസ് പറയുമ്പോൾ ഡയഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടായത്. വെയിറ്റേജിന്റെ പറയുമ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ വെയിറ്റേജ് വന്ന ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് ലൈഫ് പ്രോസസ് എന്ന് പറയുന്നത്. 10-11 മാർക്ക്. ബയോളജിയിൽ 30 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവാറ്. അതിലൊരു 11 മാർക്കിനോളം ചോദ്യങ്ങൾ വരുന്നത് ലൈഫ് പ്രോസസ് എന്നാണ്. ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ഫാൽക്കൺ ആവശ്യമില്ല, അതുപോലെ തന്നെ നമുക്ക് എൻ ഗെയിം ബാച്ചിന്റെ ആക്സസ് ആവശ്യമില്ല, പിന്നെ നമ്മുടെ ഇൻസ്റ്റാളേൺ ആവശ്യമില്ല, മൈൻഡ് ആപ്പ് ആവശ്യമില്ല, എൻ ഗെയിം റിവിഷൻ ബാച്ചിലേക്കുള്ള ആക്സസ് ഒന്നും ആവശ്യമില്ലെങ്കിൽ അവർക്ക് ബേസ് പ്ലാൻ ചൂസ് ചെയ്യാവുന്നതാണ്. ഹായ് ഓൾ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ പബ്ലിക് എക്സാം എഴുതാൻ നമ്മൾ എല്ലാവരും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ തയ്യാറെടുപ്പ് എങ്ങനെ വേണം, സയൻസ് എങ്ങനെ തയ്യാറെടുക്കാം, ഏറ്റവും മികച്ച മാർക്ക് സയൻസിൽ എങ്ങനെ നേടാം, ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാൻ, ഫിസിക്സിലെ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്റെ പേര് ശബരി എന്നാണ്, ശബരി ശ്രീനിവാസ്. ബയോളജിയിലെ കാര്യങ്ങൾ സംസാരിക്കാൻ കൂടെ അക്ഷയ് സാർ ഉണ്ട്. അതുപോലെ തന്നെ കെമിസ്ട്രിയിലെ കാര്യങ്ങൾ സംസാരിക്കാൻ കൂടെ അഖില മിസ് ഉണ്ട്. സോ ഓവർ ടു അക്ഷയ് സാർ. അതേപോലെ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പുതിയ അക്കാദമിക് ഇയർ 2026-27 പ്രവേശിച്ചപ്പോൾ ഒരു വർഷ സമയമുണ്ടെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ നോക്കിയാൽ ഒരു 11 മാസത്തെ ഇടവേള മാത്രമേ നമുക്ക് സമയമുള്ളൂ. അപ്പൊ ഈ ഒരു സമയം മികച്ച രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ് അല്ലെ? അതിന് കൃത്യമായൊരു പ്ലാനിങ് വേണം. നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ പ്ലാൻ മാത്രം ഉണ്ടായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. ആ പ്ലാൻ നമുക്ക് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടും പറ്റണം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ക്ലാസ് 10 CBSE ആ മക്കളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ് നമ്മുടെ സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സയൻസിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, ബയോളജി ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് ഓരോരോ മാസങ്ങളിലൊക്കെ നമ്മൾ ഏതൊക്കെ ചാപ്റ്റർ വെച്ച് പഠിക്കണം, അതൊക്കെ നമുക്കൊന്ന് നമ്മുടെ മക്കളെടുത്തൊന്ന് ഷെയർ ചെയ്യാം. നമ്മളെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മൾ ഓരോ വർഷങ്ങളും ആദ്യം കാണുന്ന കുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവർ ഈ കാര്യങ്ങളെല്ലാം ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നു, കൺസെപ്റ്റ് മനസ്സിലാക്കാതെ പഠിക്കുന്നു. അതൊക്കെയാണ് കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം, അവര് നാളേക്ക് പഠിക്കാനുള്ള എക്സാം സമയത്ത് ആകെ പ്രശ്നമായിരിക്കും. പഠിക്കാതെ അപ്പൊ ക്ലാസ് 10 CBSE നമ്മുടെ ബോർഡ് എക്സാം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആദ്യം നമ്മുടെ സിലബസ് കവർ ചെയ്യാന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് മാത്രം പോരാ നമുക്ക് അല്ലെ. അത് ഏറെക്കുറെ അല്ലെങ്കിൽ ഏറ്റവും മുന്നേറ്റ് നമുക്ക് കവർ ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ അതിനകത്ത് മിസ് പറഞ്ഞ പോലെ തന്നെ സിലബസ് കവർ ചെയ്യണം. പക്ഷെ ഓരോ വർഷവും CBSE റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക, പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. സോ ക്വസ്റ്റ്യൻസിന്റെ ആ പാറ്റേൺ മനസ്സിലാക്കണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യണം, എങ്കിൽ മാത്രമാണ് കാര്യങ്ങളെല്ലാം വ്യക്തമായി ചെയ്യാൻ കഴിയുക. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മളെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കൂടാൻ പറ്റാത്തൊരു സംഗതി തന്നെയാണ്. കാരണം കഴിഞ്ഞ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ ഇപ്പം ഈ കഴിഞ്ഞ എക്സാമിന് വരെ വളരെ കൃത്യമായിട്ട് റെഫറൻസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ബയോളജിയുടെ കേസ് പറയുകയാണെങ്കിൽ ഈ ഡയഗ്രാം വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ അതിൽ കാണിച്ചിട്ടുണ്ട്. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് ഐഡിയ ഉണ്ട്. ഈ വർഷത്തെ കുട്ടികൾ എക്സാം എഴുതുകയാണ്, ആദ്യം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വ്യത്യാസം അല്ലെ? ആദ്യ സെക്ഷനിലെ കെമിസ്ട്രിയിലെ ബയോളജി സെക്ഷൻ ബിയിലാണ് വരുന്നത് കെമിസ്ട്രി, ആൻഡ് ഫൈനലി ഫിസിക്സ് ആണ് വരുന്നത്. ഐഡിയ മക്കൾക്ക് ഉണ്ടായിരിക്കും അല്ലെ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല നമ്മുടെ സെക്ഷൻ റെസ്പെക്റ്റീവ് ആയിട്ട് ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ സെക്ഷൻ A ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ബയോളജി ആണ് ഫുൾ എഴുതേണ്ടത്. അവിടെ നമ്മൾ ഫിസിക്സോ കെമിസ്ട്രി എഴുതി കഴിഞ്ഞാൽ ഈവൻ ദോ ആൻസർ ശരിയാണെങ്കിൽ പോലും കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്. പിന്നെ നമുക്ക് ഇന്റേണൽ ചോയ്സസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ക്വസ്റ്റ്യനിൽ അധികവും കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെയായിരുന്നു. അതായത് ഒരു ക്വസ്റ്റ്യനിനകത്ത് തന്നെ അതിനകത്ത് സബ് ക്വസ്റ്റ്യൻസിനകത്തൊക്കെ ആയിരുന്നു നമുക്ക് ചോയ്സ് ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ കുറെ മാറ്റങ്ങളൊക്കെ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിയില്ല ഇനി വരാൻ പോകുന്നത് ഈ ഒരു അക്കാദമിക് ഇയറിൽ എന്തൊക്കെയാണ് ഇവര് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ആക്ടിവിറ്റീസ് ചോദിക്കുന്നത് മുന്നേ ചോദിച്ചിട്ടില്ല എന്നല്ല, ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഡയഗ്രത്തിന്റെ കേസ് പറയുമ്പോൾ ഡയഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഉണ്ടായത്. ഡയഗ്രാംസ് ചിത്രത്തിൽ ക്വസ്റ്റ്യനിൽ തന്നുകൊണ്ട് ലേബൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. ലേബിൾ പാർട്ട് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ചോദിച്ചു. പക്ഷേ കഴിഞ്ഞ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡയറക്റ്റ് ഫിഗർ വരക്കാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ട് നമ്മൾ റിഫ്ലക്ട് ചെയ്തു ഇവിടെ നമ്മുടെ പബ്ലിക് എക്സാമിന് റിഫ്ലക്ട് ചെയ്തു. അപ്പൊ അതാണ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നതിന്റെ ഒരു കാര്യം അതാണ്. തീർച്ചയായും. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സിലബസ് കംപ്ലീഷൻ അല്ല, പരമാവധി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് വേണം സയൻസ് പഠിക്കാൻ. അത് ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മറ്റൊരു അഡ്വാൻറ്റേജ് വെച്ചാൽ ടൈം മാനേജ്മെന്റ് ആണ്. കൃത്യമായിട്ട് ടൈം മാനേജ് നമ്മുടെ കുട്ടികൾ ഈ പ്രാക്ടീസ് ഇല്ലാത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടീസ് ഇല്ലാതിരിക്കുമ്പോൾ കൃത്യമായിട്ട് ടൈം മാനേജ്മെന്റ് പ്രശ്നം കൃത്യമായിട്ട് റിഫ്ലക്ട് ആവുന്നുണ്ട്. നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് അസർഷൻ റീസൺ അതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെയാണ് നമ്മുടെ ഷോർട്ട് ആൻസർ ടൈപ്പ് അല്ലെ, അത് 2 മാർക്സ് 3 മാർക്സ്. ഞങ്ങൾക്ക് അത് അത്യാവശ്യം നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ അപ്പൊ നമ്മൾ വിചാരിക്കും തെറ്റിപ്പോവാൻ ചാൻസ് കൂടുതലാണ്. അതാണ് പെട്ടെന്ന് തന്നെ മാർക്ക് കിട്ടുകയും ചെയ്യും, അതേപോലെ തന്നെ തെറ്റാനുള്ള ചാൻസ്. പ്രാക്ടീസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്.
അടിപൊളിയായിട്ട് എങ്ങനെയാണ് പഠിച്ചെടുക്കുക, ഒരു വർഷത്തെ പ്ലാൻ അതെ, തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞു കൊടുക്കണം. അവർക്ക് അത് ആവശ്യമുണ്ട്, അവരത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഈ പ്ലാൻ കുട്ടികൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ? സോ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അസ്ത്ര ബാച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു ഫസ്റ്റ് ചാപ്റ്റർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിസിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് റിഫ്ലക്ഷൻ ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു വലിയ ചാപ്റ്റർ അല്ലേ? തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു ചാപ്റ്റർ തന്നെയാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് ലൈഫ് പ്രോസസ്, അത് വലിയൊരു ചാപ്റ്റർ ആണ്. അതിനകത്ത് നിന്ന് വലിയൊരു വ്യത്യാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്കുള്ളതിനകത്ത് ഏറ്റവും കുഞ്ഞു ചാപ്റ്റർ ആണ് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ 9th അവരെന്ത് ചെയ്തിട്ടുണ്ട്, എലമെന്റ്സിന്റെ ഒക്കെ സിമ്പിൾസ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, കെമിക്കൽ ഫോമിലൊക്കെ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ കെമിക്കൽ റിയാക്ഷന്റെ അതിന്റെ ഇക്വേഷൻസ് ഒക്കെ എഴുതാനായിട്ട് അവർ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് മാത്രമല്ല, ആ ഇക്വേഷൻ എഴുതിയിട്ട് അതിന്റെ ബാലൻസിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ചെറിയ ചാപ്റ്റർ ആണ്, അതായത് വ്യത്യസ്ത തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. അതെ അതെ അതെ, അവിടെയും അവർക്ക് ആവശ്യമാണ്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ബോർഡ് എക്സാമിന് ബാലൻസിങ് ഇല്ലാത്തൊരു, നമ്മൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് കാണാം ബാലൻസിങ്ങിന്റെ, അതൊക്കെ ചിലപ്പോൾ MCQയിലൊക്കെ ചോദിക്കാം. പക്ഷെ കൃത്യമായിട്ട് ചെയ്ത് നോക്കാതെ നമുക്ക് അതിന്റെ ആൻസർ പറയാൻ പറ്റില്ല. പുതിയൊരു കാര്യം പഠിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ അത്രയ്ക്ക് ടൈം കൊടുത്തോണ്ട് തന്നെയാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. വെയിറ്റേജ് വൈസ് നോക്കുമ്പോഴും നമ്മൾ എന്താണ്, അത്യാവശ്യം കുറവ് മാർക്കിന് ഇതിനകത്ത് ചോദിക്കാറുള്ളൂ. പക്ഷെ ചോദിക്കുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് സാധനങ്ങൾ ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് ലൈഫ് പ്രോസസ് എന്ന് പറയുന്നത്. 10-11 മാർക്ക്, ബയോളജിയിൽ 30 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവാറ്, അതിൽ 11 മാർക്കിനോളം ചോദ്യങ്ങൾ വരുന്നത് ലൈഫ് പ്രോസസ് എന്നാണ്. അത്രത്തോളം സ്ട്രെസ് ചെയ്ത് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് തീർച്ചയായിട്ടും ലൈഫ് പ്രോസസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഫിസിക്സിൽ 4 ചാപ്റ്റർ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ സാധാരണ പറയാൻ 2 ചാപ്റ്റർ ഇടുന്ന പോലെയാണ്. ഒപ്റ്റിക്സിന്റെ ഒരു സെക്ഷനും ഇലക്ട്രിക്സിന്റെ ഒരു സെക്ഷനും. ക്വസ്റ്റ്യൻസ് മിക്സ് ചെയ്ത് ചോദിക്കും. ഫസ്റ്റ് ചാപ്റ്ററിന് സെക്കൻഡ് ചാപ്റ്റർ, അതായത് ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡ് കോൺസെപ്റ്റും അതുപോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ ലൈറ്റ് ബേസ്ഡ് കോൺസെപ്റ്റും മിക്സ് ആയിട്ടാണ് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഞങ്ങളുടെ ചാപ്റ്ററിനെ പറ്റി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ കുഞ്ഞു ചാപ്റ്റർ എന്നൊക്കെ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ക്ലിയർ ആയിട്ട് ഇവർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി വരാൻ പോകുന്ന ചാപ്റ്റേഴ്സിലെ പല കാര്യങ്ങളും ഇവർക്ക് ഈസി ആയിരിക്കും. കാരണം എല്ലാത്തിലും കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്, അതിന്റെ ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ സെറ്റ് ആയിട്ട് പോകാൻ ഇവർക്ക് എന്താണ് ഇതിനെ കൊണ്ട് പറ്റും. തുടക്കം തന്നെ നല്ല രീതിയിലൊരു ഗ്രിപ്പ് നമ്മൾ വെക്കേണ്ട ഒരു കാര്യമുണ്ട് തീർച്ചയായിട്ടും. ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പറഞ്ഞു ലൈറ്റ് റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ ആണ്. ആ ചാപ്റ്ററിലെ റേ ഡയഗ്രാംസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ക്ലാസ്സിൽ ചെറിയൊരു ഐഡിയ ഉണ്ടായിരിക്കും, പക്ഷേ റേ ഡയഗ്രാംസ് വരച്ച് പഠിക്കണം, ഒരുപാട് ടേംസ് പഠിക്കാനുണ്ട്. ഒപ്റ്റിക്സ് എന്ന ബ്രാഞ്ച് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആണ്. സോ അതിന്റെ ഒരു ലോകത്തിലേക്കാണ് ഇവർ കുറച്ചുകൂടെ വയ്ക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് ഇതില് ഹയർ സെക്കൻഡറിയിൽ തീർച്ചയായിട്ടും 12th ഇതേ ഒരു ചാപ്റ്ററിനുണ്ട് റേ ഒപ്റ്റിക്സ്. ഏറ്റവും വലിയ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് സാർ അവിടെ. ഇവിടെ ഈക്വൽ വെയിറ്റേജ് ആണെങ്കിൽ പോലും അവിടെ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതൊരു സമയം വരെയാണ് ഈ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാനായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത്? അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, അപ്പൊ എത്ര സമയം വരെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് അവർക്ക് കിട്ടുന്നുണ്ട്? ആ ഒരു പ്ലാനാണ് നമ്മൾ സിലബസ് സെറ്റ് ആക്കും, റിവിഷൻസ് വരും, ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. ഫിസിക്സിനെ കുറിച്ച് ഞാൻ പറയാം. ഫിസിക്സിൽ നമ്മൾ 4 ചാപ്റ്റേഴ്സ് 2 ചാപ്റ്റേഴ്സ് നമ്മൾ വെക്കേഷനിൽ തീർക്കും. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, ലൈറ്റ് റിഫ്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, ഹ്യൂമൻ ഐ നമ്മൾ വെക്കേഷനിൽ സ്റ്റാർട്ട് ചെയ്യും. സെക്കൻഡ് ചാപ്റ്ററും നമ്മൾ വെക്കേഷൻ ചെയ്യുമ്പോൾ ഫിനിഷ് ചെയ്യും. ജൂൺ മാസം ആകുമ്പോൾ ഇലക്ട്രിക് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഫിസിക്സിലെ 2 ചാപ്റ്റേഴ്സും ഫസ്റ്റ് തുടങ്ങുന്ന സ്കൂളുകളുണ്ട്. ചില സ്കൂളുകളിൽ ലൈറ്റ് തുടങ്ങും, ചില സ്കൂളുകളിൽ ഇലക്ട്രിസിറ്റി തുടങ്ങും. ഇലക്ട്രിസിറ്റി ഭയങ്കര വലിയ ചാപ്റ്ററാണ്, തീർച്ചയായിട്ടും വളരെ വലിയ ചാപ്റ്ററാണ്. ആ 2 കുട്ടികൾക്കും കൺവീനിയന്റ് ആയിട്ട് ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ പ്ലാൻ വയ്ക്കുന്നത്. ഇലക്ട്രിസിറ്റിയാണ് സ്കൂൾ സപ്പോസ് പറഞ്ഞെങ്കിൽ അവർക്ക് ലൈവായിട്ട് കിട്ടും. ഇലക്ട്രിക് സ്കൂൾ കിട്ടുന്ന സമയത്ത് നമ്മൾ പഠിപ്പിക്കും. ലൈറ്റിന്റെ ചാപ്റ്റർ നമ്മൾ വെക്കേഷൻ സെറ്റ് ആക്കി പ്ലാനിലാണ് ഫിസിക്സ് പോകുന്നത്. ചാപ്റ്ററുകൾ നമ്മൾ നവംബർ ആകുമ്പോഴേക്കും അല്ലെ എല്ലാ സബ്ജക്റ്റും കൊടുക്കുന്ന പോലെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് തീർക്കും റിവിഷനിലേക്ക് പോകും. ബയോളജിയെ സംബന്ധിച്ചത് ഇതുപോലെ തന്നെയാണ്. 2 ചാപ്റ്ററാണ് നമ്മൾ വെക്കേഷൻ ടൈമിൽ എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ മക്കൾ കൃത്യമായിട്ടും ഫോളോ ചെയ്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ലൈഫ് പ്രോസസ്സും കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കൂടി അവർ വരുന്നുള്ളതാണ്. പക്ഷെ നമുക്ക് വ്യത്യാസമുണ്ട്. നമുക്ക് കെമിസ്ട്രിയിൽ 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ആ ചാപ്റ്റർ തന്നെയാണ് നമ്മുടെ വെക്കേഷനിൽ. കാരണം എനിക്ക് തോന്നുന്നു അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ അതായിരിക്കും. ഫിസിക്സിലും ബയോളജിയിലും ഈ വലിയ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ കൂടെ പഠിക്കാനായിട്ട്. അപ്പൊ കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്ര ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് വരുന്നതുകൊണ്ടും ഇക്വേഷൻസ് ഒക്കെ എഴുതി പഠിക്കാനുള്ളതുകൊണ്ടും ഇത് നമ്മൾ അത്യാവശ്യം ടൈം കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ചാപ്റ്റർ അത്യാവശ്യം വലിയ ചാപ്റ്റർ തന്നെയാണ്. ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. അപ്പൊ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ജൂൺ മാസത്തിലാണ്.
ഏകദേശം നമ്മൾ ജൂണിലേക്കാണ് നമ്മളത് പ്ലാൻ ചെയ്യുന്നത്. ജൂൺ ജൂലൈയോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരുപാട് റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആസിഡ്സിനെ പറ്റിയും ബേസസിനെ പറ്റിയും സോൾട്ടിനെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും ഉണ്ട്. അപ്പൊ അതിന് നമുക്ക് ജൂൺ ജൂലൈ മാറ്റി വെക്കാന്നുള്ളതാണ്. പരമാവധി റിലാക്സ് ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ഞാൻ ഈ ഫസ്റ്റ് ചാപ്റ്ററിനെ പറ്റി പറഞ്ഞല്ലോ, ആ ഏകദേശം ആ ഒരു അത്രയ്ക്ക് ആണ് അതിനകത്തും നമുക്ക് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവാന്ന് പറയാം. കാരണം അതിലുള്ള കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ എന്നാലും അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ്, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു ഏരിയ ആണ്. അതെ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റില് ആ ഒരു മാസം ഇവർക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൂട്ടത്തിൽ ബയോളജിയിലെയും ഫിസിക്സിലെയും ചാപ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ കൂട്ടത്തിൽ ഈ ഒരു കുഞ്ഞു ചാപ്റ്ററും കൂടെ അവർക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞു വരുന്നതാണ് വീണ്ടും നമ്മുടെ വലിയൊരു ചാപ്റ്റർ ആണ് കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്. അപ്പൊ ഇത് പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വേറെ ഒന്നും ചിലപ്പോൾ അവർക്ക് കൂട്ടത്തിൽ എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല. അതെ, അവിടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അവർ ആദ്യമായിട്ടാണ് അതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ വ്യത്യാസമായിക്കൊണ്ട് അവര് വലിയൊരു ഏരിയയിലേക്ക് പോവാണ്. ഭാവിയിലും അവർക്ക് ആവശ്യമുള്ളതാണ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സെപ്റ്റംബറിൽ നമ്മൾ മിക്കവാറും നമ്മുടെ അസ്ത്ര ബാച്ചിലൊക്കെ ആ ഒരു രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് തന്നെ സെറ്റ് ആക്കാം എന്നുള്ള രീതിയിൽ. അപ്പൊ അവരും പഠിക്കുമ്പോൾ കൂട്ടത്തിൽ ഏതെങ്കിലും ചെറിയ ചാപ്റ്റർ ആഡ് ചെയ്യാന്നല്ലാതെ രണ്ട് വലിയ ചാപ്റ്ററുകളൊന്നും ഒരുമിച്ച് പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കെമിസ്ട്രിയുടെ കാര്യങ്ങൾ. ബയോളജിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു, 2 ചാപ്റ്റർ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, വെക്കേഷൻ ടൈമിൽ തന്നെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ജൂണിൽ നമ്മൾ സ്കൂളൊക്കെ റീ ഓപ്പൺ ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ ഔട്ട്ഡോർ ഓർഗാനിസം റീപ്രൊഡ്യൂസ് എന്ന 3ാമത്തെ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. മികച്ച രീതിയിൽ പാരലലി കുട്ടികൾ എന്ത് ചെയ്യുന്നു, അത് പഠിക്കുന്നു, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു. 2 മാസം ജൂൺ ജൂലൈ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സെറ്റ് ചെയ്യാണ്. പിന്നെ ജൂലൈ കഴിഞ്ഞ് ആഗസ്റ്റിൽ നമ്മൾ അത് കഴിഞ്ഞ് വരുന്ന ചാപ്റ്ററാണ് ഹെറിഡിറ്റി. ഒരുപാട് ക്രോസിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ചാപ്റ്ററാണ്. നമ്മൾ ആ ഒരു മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് എങ്ങനെയും ചോദിക്കുക എന്നുള്ളതാണ് സംഭവം. കൺസെപ്റ്റ് നമ്മൾ പഠിച്ചാൽ ഈസിയാണ്, പക്ഷേ ക്വസ്റ്റ്യൻസ് അതെ ഫയർ ചെടിയുടെ കഥകളൊക്കെ വരുന്ന ചാപ്റ്റർ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ഒക്ടോബറിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ അവർ എൻവിറോൺമെന്റ് കമ്പാരിറ്റീവ്ലി ചെറിയ ചാപ്റ്റർ ആണ്. നമുക്ക് ഒരു ഒക്ടോബർ മാസം തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു നവംബർ ഫസ്റ്റ് വീക്കോട് കൂടി തന്നെ ഏകദേശം നമ്മുടെ സയൻസിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഫിസിക്സിനെ ഞാനിപ്പോ 2 പ്ലാൻ ആയിട്ടാണ് പറഞ്ഞത്. ഒന്ന് നമ്മുടെ ഒപ്റ്റിക്സ്, രണ്ടാമത്തെ പറഞ്ഞത് ഇലക്ട്രിസിറ്റി. ഒപ്റ്റിക്സിൽ 2 ചാപ്റ്റേഴ്സ്, ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ, ഹ്യൂമൻ ആൻഡ് കളർഫുൾ വേൾഡ്. ഇലക്ട്രിസിറ്റിയിൽ വരുന്നത് ഇലക്ട്രിസിറ്റി എന്ന പേരിലുള്ള ഒരു ചാപ്റ്ററും ആൻഡ് ഫൈനൽ ചാപ്റ്റർ ആണ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്, മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്. അങ്ങനെ 2 ചാപ്റ്റേഴ്സ്. സോ നവംബർ ആവുമ്പോഴേക്കും നമ്മുടെ കാര്യം സെറ്റ് നമ്മളെ കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കാം. സോ മക്കളെ, അതിനായി നിങ്ങളെ സഹായിക്കാൻ സൈലത്തിന്റെ ക്ലാസ് 10 CBSE ഓൺലൈൻ ട്യൂഷൻ ബാച്ചായ അസ്ത്ര ബാച്ച് നിങ്ങളുടെ കൂടെ ഉള്ളത്. അസ്ത്ര ബാച്ചിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത ബാച്ചിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻസ്റ്റാ ലേൺ മൈൻഡ് മാപ്പ് ആൻഡ് ഫോർമുല ഷീറ്റ് ആണ്. ഇതിനെക്കുറിച്ച് മക്കൾക്ക് എല്ലാവർക്കും അറിയാം. ഇൻസ്റ്റാ ലേൺ എന്നാൽ ഓരോ ചാപ്റ്ററിന്റെയും വളരെ ഷോർട്ട് ആയിട്ടുള്ള നോട്ട്സ് ആണ്. അതുപോലെ തന്നെ മൈൻഡ് മാപ്പ്, ഒരു ചാപ്റ്ററിലെ മുഴുവൻ കാര്യങ്ങളും വളരെ ക്രിസ്പായി മനസ്സിലാക്കാൻ കളേർഡ് മെറ്റീരിയൽ മൈൻഡ് മാപ്പ്, ഒരു സിംഗിൾ പേജിൽ വെച്ചിരിക്കുന്ന മൈൻഡ് മാപ്പ് ആണ്. ഫോർമുല ഷീറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഫോർമുലാസ് എല്ലാം ഉൾപ്പെടുന്ന ഷീറ്റുകളാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് പഠനം രസകരമാക്കാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വർക്ക്ഷീറ്റ് ഡിസ്കഷൻ, ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ ആണ് വർക്ക്ഷീറ്റ് ഡിസ്കഷനിൽ. ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എക്സാം സമയത്തുള്ള സ്പെഷ്യൽ ബാച്ചുകളായിട്ടുള്ള എൻഡ് ഗെയിം ബാച്ചിലേക്കും വരുന്ന ബാച്ചുകളിലേക്ക് എല്ലാം അഡ്മിഷനും നിങ്ങൾക്ക് ലഭ്യമാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് അസ്ത്രയുടെ ദ ഇൻഫിനിറ്റി എന്ന് പറയുന്ന പ്ലാനിലാണ്. ഈ പറയുന്ന ഫീച്ചേഴ്സ് എല്ലാം അസ്ത്ര ഇൻഫിനിറ്റി പ്ലാനിന്റെ ഏറ്റവും വലിയ സവിശേഷതകളാണ്. അപ്പൊ ഇതോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ളത്, നമുക്കറിയാം കോമ്പറ്റേറ്റീവ് എക്സാം അല്ലെ, ഇപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്ന ഒരു സംഭവമാണത്. എല്ലാ കുട്ടികളും ഇപ്പൊ വളരെ നേരത്തെ തന്നെ അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ സൈലത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫൗണ്ടേഷൻ കോഴ്സ് അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. മക്കൾക്ക് ഓൾറെഡി അറിയായിരിക്കും നമ്മുടെ ഫാൽക്കൺ ബാച്ച്. അപ്പൊ മക്കളെ, ഇപ്പൊ സാറ് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇൻഫിനിറ്റി പ്ലാൻ ഉണ്ടല്ലോ, അതോടൊപ്പം തന്നെ അതായത് അസ്ത്ര ബാച്ചിലെ ഇതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാണ്, നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബാച്ച് ആയിട്ടുള്ള ഫാൽക്കൺ ബാച്ചിലും കൂടെ നിങ്ങൾക്ക് ആക്സസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫിനിറ്റി പ്രോ പ്ലാൻ ആണ്. അതായത് ഇതുവരെ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് കിട്ടും. അതായത് ക്ലാസ് 10 CBSE അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫാൽക്കൺ ബാച്ചിലും ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ഫാൽക്കൺ ആവശ്യമില്ല, അതുപോലെ തന്നെ നമുക്ക് എൻഡ് ഗെയിം ബാച്ചിന്റെ ആക്സസ് ആവശ്യമില്ല, പിന്നെ നമ്മുടെ ഇൻസ്റ്റാ ലേൺ ആവശ്യമില്ല, മൈൻഡ് ആപ്പ് ആവശ്യമില്ല, എൻഡ് ഗെയിം റിവിഷൻ ബാച്ചിലേക്കുള്ള ആക്സസ് ഒന്നും ആവശ്യമില്ലെങ്കിൽ അവർക്ക് ബേസ് പ്ലാൻ ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ
ബേസ് പ്ലാനിനേക്കാളും എന്താണ് ഇൻഫിനിറ്റി പ്രോ പ്ലാൻസ് എടുക്കുന്നതാണ് Materials ഒക്കെ എന്തുകൊണ്ടും ഉള്ള എന്താണ് planകളല്ലേ മെറ്റീരിയൽസ് ഏറ്റവും നമ്മൾ പഠിക്കുമ്പോൾ important മെറ്റീരിയൽസ് എസ്പെഷ്യലി നേരത്തെ പറഞ്ഞ മൈൻഡ് മാപ്പും കാര്യങ്ങളൊക്കെ Yes. ഉണ്ടെങ്കിൽ വളരെ അനായാസം ചുരുങ്ങിയ സമയത്ത് നമുക്ക് പഠിച്ചെടുക്കാം എന്നുള്ളതാണ്. മെമ്മറിയിൽ കീപ്പ് ചെയ്യാൻ. അതെ തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മളിപ്പോ ബേസ് പ്ലാൻ എടുത്ത് പഠിക്കുമ്പോൾ നമ്മളിപ്പോ ഒരു മണിക്കൂറിലെടുത്ത് പഠിക്കുന്ന കാര്യം അത് നമുക്കൊരു മൈൻഡ് മാപ്പ് കൂടി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി സമയം നമുക്ക് ലാഭം. ഇൻസ്റ്റാലേണും അങ്ങനെ തന്നെയല്ലേ, കാരണം ഓരോ ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ താഴെ നമ്മൾ ക്വസ്റ്റ്യനും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത്. അപ്പൊ ശരിക്കും അവർക്ക് അത് പ്രാക്ടീസ് എഫക്റ്റീവായിട്ട് അവർക്ക് പഠിക്കാൻ അതെ. പറ്റുന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ ഇൻഫിനിറ്റി പ്രോ ബാച്ചിലേക്ക് പോകുന്നത് തന്നെയാണ് എന്തുകൊണ്ടും എന്താണ് അഭികാമ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. മക്കളുടെ പാരന്റ്സ് ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ബാച്ച് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം അല്ലേ. അവർക്ക് വേണ്ടതെല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതെ. നിങ്ങളുടെ അവസരമാണ്. വെൽക്കം ചെയ്യുന്നു. ഒട്ടും വൈകിക്കണ്ട അല്ലേ. ഫ്രണ്ട്സ് ഒരുപാട് നമ്മുടെ ബാച്ചിൽ എൻറോൾഡ് ആയിട്ടുണ്ട്. ഇനി ചേരാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ആയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും ബാച്ചിൽ കണ്ടുമുട്ടാം. സീ യു.